നമസ്കാരം. ഞാൻ എം.എസ്. ശ്രീരാജകൃഷ്ണൻ പൂറ്റി, അഖിലേന്ത്യാ പ്രചാരക സഭ ദേശീയ ചെയർമാൻ. അതായത് ഇന്ന് ഞാനിവിടെ ഉന്നയിക്കുന്ന വിഷയം BJP സംസ്ഥാന വൈസ് ചെയർമാൻ രാധാകൃഷ്ണൻ ഇറക്കിയ പ്രസ്താവനയ്ക്കെതിരെയാണ് അഖിലേന്ത്യാ പ്രചാരക സഭയുടെ ദേശീയ ചെയർമാൻ എന്ന നിലയിൽ ഞാനിന്ന് നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത്. കോടതി കുറ്റവിമുക്തരാക്കിയ കുറ്റക്കാരല്ലെന്ന് തെളിവുകളില്ലാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ കുറ്റക്കാരല്ലെന്ന് കണ്ടെത്തിയ കണ്ഠരര് മോഹനര് അദ്ദേഹത്തെയും ഇപ്പോൾ സ്വർണ്ണക്കൊള്ളയിൽ കുറ്റാരോപിതനായ കോടതി തന്നെ തെളിവുകളുടെ അഭാവത്തിൽ കുറ്റക്കാരനല്ലെന്ന് വിധിച്ച കണ്ഠരര് രാജീവർക്ക് എതിരെയും അദ്ദേഹം നടത്തിയ പ്രസ്താവന തീർച്ചയായിട്ടും പിൻവലിക്കുകയും അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം BJP സംസ്ഥാന നേതൃത്വം ഏൽക്കുന്നുണ്ടോ അതോ അദ്ദേഹത്തിൻ്റെ സ്വന്തം പ്രസ്താവനയാണോ? കാര്യം PSCയുടെ ചെയർമാനായിരുന്ന അദ്ദേഹം ദേവസ്വം മാനുവൽ പോലും അറിയാതെ ഇങ്ങനൊരു പ്രസ്താവന ഇറക്കിയതിൽ തീർത്തും ലജ്ജാവഹം തന്നെയാണ്. അപ്പോൾ പൂർണ്ണമായിട്ടും തന്ത്രിമാരെ അവഹേളിക്കുക, ആചാരങ്ങൾക്ക് അനുഷ്ഠാനങ്ങൾക്ക് എതിരെ ശക്തമായിട്ട് വേണ്ടാത്ത പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കുക, വേണ്ടാത്ത പ്രസ്താവനകൾ ഇറക്കുക, അതിനെതിരെ ശക്തമായിട്ട് നിയമ നടപടിയുമായിട്ട് അഖിലേന്ത്യാ പ്രചാരക സഭ മുന്നോട്ട് പോകും. ഇത് വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഏവർക്കും കാണാൻ കഴിയുന്നതാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ കുറ്റാരോപിതൻ മാത്രമായ കണ്ഠരര് രാജീവർക്കെതിരെ നടത്തുന്ന സൈബർ ആക്രമണം പൂർണ്ണമായും നിർത്തുക. കോടതി തന്നെ തെളിവുകളുടെ അഭാവത്തിൽ അദ്ദേഹം കുറ്റക്കാരനല്ലെന്ന് കണ്ടുകൊണ്ടാണ് അദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്, അദ്ദേഹത്തെ കുറ്റമുക്തനാക്കിയിരിക്കുന്നത്. അപ്പോൾ കോടതിയെക്കാളും വലിയ നിയമവശങ്ങളൊന്നും നമ്മുടെ നിയമവ്യവസ്ഥിതിയിലില്ല. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ എല്ലാവരും മുന്നോട്ട് പോവുക. അപ്പോൾ കോടതിയെ തന്നെ അവഹേളിക്കുന്ന രീതിയിൽ ആണ് ഇവിടെ പ്രസ്താവനകൾ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് നിർത്തുക. വരും ദിവസങ്ങളിൽ നിയമ നടപടിയുമായിട്ട് അഖിലേന്ത്യാ പ്രചാരക സഭ മുന്നിലുണ്ടാകും. നന്ദി, നമസ്കാരം.